ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബ് ചാനലിലേക്കും വെസ്റ്റേജ് ബിസിനസ് പ്ലാനിലേക്കും സ്വാഗതം. 2023-2024 കാലഘട്ടത്തിൽ നാം ഉപയോഗിക്കുന്ന ബിസിനസ് പ്ലാനാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ബിസിനസ് പ്ലാനിൻ്റെ എല്ലാ മേഖലകളും, ബിസിനസ് എന്തൊക്കെയാണ് നാം ചെയ്യുന്നത്, ഒരു വെസ്റ്റേജ് കമ്പനിയിൽ വന്നാൽ നമുക്ക് എന്തെല്ലാമാണ് കിട്ടുന്നത്, ഒപ്പം തന്നെ വെസ്റ്റേജ് കമ്പനിയിലൂടെ വരുമാന മാർഗം ഏത് രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് വിശദമായിരിക്കുന്ന ഒരു പഠനമാണ്. അപ്പോൾ ഇത് ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോടുകൂടി കേട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ബിസിനസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വെസ്റ്റേജിൽ വരുന്ന ഒരു കസ്റ്റമർ, ഒരു ലീഡർ, അദ്ദേഹം ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് വെസ്റ്റേജ് കമ്പനി നമുക്ക് തരുന്നത്, ഒപ്പം തന്നെ വരുമാന മാർഗം എങ്ങനെയാണ്, വെസ്റ്റേജ് കമ്പനി ഏത് രീതിയിലാണ് വരുമാനം നൽകി തരുന്നത്, ഇത് കൃത്യമായി നാം മനസ്സിലാക്കിയിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ വരുന്ന ഒരാളോട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശദമായിരിക്കുന്ന പഠനത്തിലൂടെ മാത്രമേ നമുക്ക് മറ്റൊരാളോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നാം സ്വന്തമായിട്ട് പഠിക്കണം. നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ ചോദിച്ച് കേട്ട് നമ്മൾ പഠിക്കണം. ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തിയാൽ അദ്ദേഹത്തോട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് 90% ആളുകളും ചോദിക്കുന്നത്, ഞാൻ വെസ്റ്റേജ് കമ്പനിയിൽ വന്നാൽ എനിക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം? ഇവിടെ ധാരാളം നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ സ്വന്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തരായില്ല എങ്കിൽ നാം നമ്മുടെ ലീഡറോട് ചോദിക്കട്ടെ എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നത്. അതുകൊണ്ട് നമുക്കറിയാവുന്നത് പോലെ, നമുക്ക് എല്ലാവരെ പോലെയും എല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ നമുക്ക് നമ്മുടേതായ സ്വന്തമായിരിക്കുന്ന കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കി ആ മനസ്സിലായ കാര്യം അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം വെസ്റ്റേജ് കമ്പനി അതിൻ്റെ പ്ലാൻ വളരെ ക്ലിയറായിട്ടും കൃത്യമായിട്ടും നമ്മുടെ കൈകളിൽ എത്തിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ആർക്കും, ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന രീതിയിൽ, വളരെ ലളിതമായിരിക്കുന്ന രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ബുക്കും പേനയൊക്കെ എടുത്തു വെച്ച് ഇത് കേൾക്കുകയാണെങ്കിൽ, നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വീണ്ടും മറ്റൊരാളോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് ആ നോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ PDF-ൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് വിശദീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. എല്ലാ ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയും പറയുന്ന ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്, ആമുഖ കാര്യങ്ങളുണ്ട്. അതിലൂടെ തന്നെ ഞാനും പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ അവസാനം കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് വെസ്റ്റേജിൻ്റെ ബിസിനസ് കാര്യങ്ങളിലേക്ക് വരുന്നത്. ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം, അതായത് തുടക്കക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് ആമുഖം മുതൽ പറയാം. ഇത് ധാരാളം കേൾക്കുന്ന കാര്യങ്ങളൊക്കെയാണ്, എങ്കിൽ കൂടി നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, എല്ലാ ലീഡേഴ്സിനും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ബിസിനസ് പ്ലാനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ PDF വളരെ മനോഹരമായിട്ട് വിന്നിംഗ് ടീം, നമ്മുടെ വെസ്റ്റേജ് കമ്പനിയുടെ തന്നെ ഒരു ടീമാണ്. ആ ടീമിൻ്റെ പേരാണ് വിന്നിംഗ് ടീം എന്ന് പറയുന്നത്. വിന്നിംഗ് ടീംകാർ വളരെ മനോഹരമായിട്ടിത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിന്നിംഗ് ടീമിൻ്റെ PowerPoint-ആണ്, ഈ PDF ഫയലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകം അവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു.
ഓക്കെ, നമുക്ക് ഈ ഇതിലേക്ക് പോകാം. ഇപ്പം ഒരു നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സക്സസ്, നമുക്ക് വിജയിച്ച വ്യക്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട് വിജയിക്കാനുള്ള കാരണങ്ങൾ. എന്നാൽ ബിസിനസ്സുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി എന്താണ് സക്സസ്, എന്താണ് വിജയം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് സമയവും പൈസയും ആരോഗ്യവും. ഒരു മനുഷ്യന് ആവശ്യത്തിന് സമയം അവന് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ അവന് എവിടെയെങ്കിലും പോകാൻ, പ്രവർത്തിക്കാനൊക്കെയുള്ള ഇഷ്ടം പോലെ സമയം ഉള്ള ഒരു വ്യക്തി, ഒപ്പം തന്നെ അവൻ്റെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടെങ്കിൽ, ഒപ്പം തന്നെ അവന് ആരോഗ്യമുണ്ടെങ്കിൽ അവനൊരു സക്സസ്സായ ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പലപ്പോഴും നാം പല സ്ഥലങ്ങളിൽ, പല കമ്പനികളിൽ പോയി ജോലി ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ സമയം അവർക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സമയം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സമയം നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിച്ച് നമുക്ക് പണം ഉണ്ടാക്കി, നമ്മുടെ പണം നമുക്ക് ഇഷ്ടത്തിന് ഉപയോഗിച്ച് എല്ലാം നമ്മുടേതായ സ്വന്തം ഇഷ്ടത്തിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വിജയം കൈവരിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ഈ വെസ്റ്റേജ് കമ്പനിയിലൂടെ ഈ 3 കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പലരുടെയും കൂടത്തിൽ ജോലി ചെയ്യുന്ന, കമ്പനികളിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് പറ്റുന്നത്, നമുക്ക് സ്വന്തമായിട്ട് നമുക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കാതെ വരുന്നു പല കാരണങ്ങൾ കൊണ്ട്. ഒന്നെങ്കിൽ കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല, സമയം കിട്ടുന്നില്ല, ഒന്നെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് പണമില്ല. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഇവിടെ വെസ്റ്റേജ് കമ്പനി എന്താണ് ഈ 3 കാര്യങ്ങൾ നമുക്ക് നൽകിത്തരുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാർട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 20 വയസ്സിന് താഴേക്കുള്ള വ്യക്തികളെ എടുത്ത് നോക്കിയാൽ അവരുടെ കയ്യിൽ പണമുണ്ടാകത്തില്ല. അവരെപ്പോഴും മാതാപിതാക്കന്മാരെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ അവർക്കുള്ളത് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയം അവരുടെ കയ്യിലുണ്ട്, അവർക്ക് നല്ല ആരോഗ്യമുണ്ട്. 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വ്യക്തികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പണമുണ്ട്, അവർക്ക് സ്വന്തമായിട്ട് അവർ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു, അവർക്ക് പണമുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ സമയമില്ല, അവർക്ക് എങ്ങോട്ടും പോകാൻ സമയമില്ല, ഒരു കാര്യം ചെയ്യാൻ സമയമില്ല. അവർക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ സമയം അവർക്കില്ല, ആരോഗ്യവുമുണ്ട്. ഈ സമയത്ത് അവർക്ക് ആരോഗ്യവുമുണ്ട്, പൈസയുമുണ്ട്. എന്നാൽ 60 വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പൈസയുമുണ്ട്, സമയവുമുണ്ട്, പക്ഷേ അവർക്ക് ആരോഗ്യമില്ല, അവരാഗ്രഹിക്കുന്ന പോലെ ചെയ്യാനുള്ള ആരോഗ്യമില്ല. അപ്പോൾ ഇതാണ് ലോകത്തുള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു കാറ്റഗറി. ഇവിടെ വെസ്റ്റേജ് കമ്പനിയിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത്, നമുക്കൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് പണം എന്തും ചെയ്യാനുള്ള ഒരു പണത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. ഒപ്പം തന്നെ മനുഷ്യരുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ് ഒരു ഭവനം, ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളത്. ആ വീട് ഉണ്ടാക്കാനുള്ള ഒരു ഹെൽപ്പ് നമുക്ക് വെസ്റ്റേജ് കമ്പനിയിൽ നിന്ന് കിട്ടും. ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ മനുഷ്യൻ്റെയൊക്കെ ആഗ്രഹമാണ്, വീടും വാഹനവും എന്ന് പറയുന്നത്. അപ്പോൾ കാറ് വാങ്ങാനും ഹെൽപ്പ് നമുക്ക് കമ്പനി ചെയ്തു തരുന്നുണ്ട്. പിന്നെ ടൂറ് പോകാൻ പല സ്ഥലങ്ങളിലും, നമ്മുടെ ജില്ലയിൽ പോലും നമ്മൾ പല സ്ഥലത്തും നമ്മൾ പോയിട്ടില്ല, നമ്മുടെ സമയത്തിൻ്റെ കുറവ് കൊണ്ട്, നമ്മുടെ പൈസയുടെ കുറവ് കൊണ്ട്. എന്നാൽ കമ്പനി നമുക്ക് ടൂറ് പോകാൻ, ലോകരാഷ്ട്രങ്ങളിൽ ടൂറ് പോകാനുള്ള സഹായം നമുക്ക് ചെയ്തു തരുന്നതാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്. നമ്മുടെ സമയത്തെ, നമ്മുടെ ക്വാളിറ്റി ടൈം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഒപ്പം തന്നെ നമ്മുടെ നല്ല വിദ്യാഭ്യാസം നമുക്ക് നേടാൻ, ഒപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സ്രോതസ്സ്, ഉറവിടം നമുക്കിവിടെ കയ്യിൽ തന്നെ ഉണ്ട്.
പണമുണ്ടെങ്കിൽ നമുക്ക് നല്ല സ്ഥലത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ട് നല്ല കോളേജിൽ വിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കും, നമുക്കും പഠിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ചാരിറ്റി ചെയ്യാൻ നമുക്ക് പലരുടെയും ആഗ്രഹമാണ്, 99% ആളുകളുടെയും ആഗ്രഹമാണ് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാം എന്നുള്ള ഒരു മനസ്സ്. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ നമുക്ക് പൈസ ഉള്ളത് കൊണ്ട് നമുക്കൊരാൾക്ക് സഹായിക്കണമെങ്കിൽ അവരെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ധാരാളം ഗുണങ്ങളാണ് ഇവിടെ കമ്പനി നമുക്ക് നൽകി തരുന്നത്. ഇവിടെ നമുക്ക് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 4 അക്ഷരങ്ങൾ കാണാൻ പറ്റും, EBSI എന്നൊക്കെ പറയുന്നത്. ഇവിടെ റോബർട്ട് കിയോസാക്കി അദ്ദേഹം പറയുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. എംപ്ലോയി എന്ന് പറയുന്ന ഒരു കാറ്റഗറി, സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതുപോലെ തന്നെ ബിസിനസ് ഓണർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ഇതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങോട്ട് വിടുകയാണ്. അപ്പം ഇവരിൽ നിന്നെല്ലാം നമ്മൾ വ്യത്യസ്തമാണ് നമ്മുടേതായ ജീവിതം. ഇതൊക്കെ സാധാരണക്കാരനെ കുറച്ചും കൂടെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന ഒരു നല്ലൊരു മാധ്യമമാണ്. ഇവിടെ വൻകിട ബിസിനസ്സുകാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മളും വൻകിട ബിസിനസ്സുകാരെ പോലെ തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നല്ലൊരു വഴിയാണ് വെസ്റ്റീജ് കമ്പനി നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് വെൽനെസ് ഉണ്ട്, ഈ കൊമേഴ്സ് നമുക്ക് വെൽനെസ് എന്ന് പറയുന്നത് നമ്മുടെ രോഗം വരുന്നതിന് മുമ്പേ രോഗത്തെ ചെറുത്തു നിൽക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളാണ് വെൽനെസ് എന്ന് പറയുന്നത്. മരുന്നുകളല്ല. മാർക്കറ്റിൽ നമുക്ക് ധാരാളം വെൽനെസ് പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടും. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന പ്രോട്ടീന്, ആസിഡുകൾ, അമിനോ ആസിഡുകളൊക്കെ കിട്ടാൻ പാകത്തിനുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ട്. ഈ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്, വിവിധ തരത്തിൽ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ എന്ന് പറയുന്നത് പോലെയുള്ള ഒരുപാട് വെൽനസ് പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന രീതിയിൽ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നതും മറ്റൊരു സാധാരണ നിലവിലുള്ള ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്റ്റ് സെല്ലിങ്ങുമുള്ളൊരു വ്യത്യാസം അത് നമുക്ക് ഈ ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ട്രഡീഷണൽ സെല്ലിംഗ് അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് നമുക്ക് ഉള്ള കച്ചവടവും ഒപ്പം തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കച്ചവടം തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്കിവിടെ ഈ ചാർട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ നീല ഒരു കോളത്തിൽ കൊടുത്തിരിക്കുന്നത് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. താഴെ പച്ച കോളത്തിൽ കൊടുത്തിരിക്കുന്നത് കൺസ്യൂമർ എന്ന് പറയുന്നത് അത് വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറു സൈഡിൽ ഇവിടെ നമുക്കൊരു 40 രൂപ 100 രൂപ എന്നൊക്കെ കാണാൻ സാധിക്കും. അതായത് ഒരു ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു MRP ഉള്ള ഒരു 100 രൂപ MRP ഉള്ള ഒരു ഉൽപ്പന്നം നമ്മൾ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും MRP വെച്ച് നോക്കിയാൽ അതിൻ്റെ 40%, ആ 40%അല്ല 30% മാത്രമേ കമ്പനിയുടെ ചിലവായിട്ട് വരുന്നുള്ളൂ. അതിൻ്റെ ആ ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള ചിലവ് വരുന്നത് 30 രൂപയാണ്. പിന്നെ ഒരു 10 രൂപ കമ്പനിയുടെ 10%, 30% കമ്പനിയുടെ ഉൽപ്പാദന ചെലവും 10% കമ്പനിയുടെ ലാഭവും എടുത്തിട്ട് 40% കമ്പനി എടുത്തു ബാക്കി 60% എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇവിടെ നമുക്കത് നോക്കാം. ഇവിടെ ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ 40 രൂപ 100 രൂപേൻ്റെ ഒരു ഉൽപ്പന്നം എടുത്തു കഴിഞ്ഞാൽ 40% എന്ന് പറയുന്നത് 40 രൂപയാണ്. അപ്പോൾ ആ 40 രൂപ കമ്പനി എടുത്തു, ബാക്കി 60% എവിടെയാണ് പോകുന്നത്? ഇവിടെ ഈ ട്രഡീഷണൽ ബിസിനസ്സിൽ കമ്പനി ഒരു ഉൽപ്പന്നം ഇറക്കിക്കഴിഞ്ഞാൽ അത് ഒരു മെയിൻ C&F എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഏൽപ്പിക്കും, ഒരു ഏജൻസിയെ ഏൽപ്പിക്കും.
ആ ഏജൻസി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് നാഷണൽ ലെവലിൽ, അതായത് മെയിൻ ലെവലിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ആ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ അത് റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കും. അത് അവർ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഹോൾസെയിലേഴ്സിന് കൊടുക്കും. അവരെന്ത് ചെയ്യും, നമ്മുടെ നാട്ടുകളിലൊക്കെ ഹോൾസെയിൽ കടകളുണ്ട്. സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കിട്ടും. മറ്റ് കടക്കാരെല്ലാം വന്ന് സാധനം എടുക്കുന്ന വലിയ കട. അങ്ങനെ ഹോൾസെയിൽ കടയിലെത്തും. ആ ഹോൾസെയിൽ കടക്കാർ റീറ്റെയിൽ ഷോപ്പിലേക്ക്, അതായത് നമ്മുടെ ചെറിയ ചെറിയ സിറ്റികളിൽ കവലകളിലൊക്കെയുള്ള ചെറിയ ഷോപ്പിലേക്ക് ഇത് അവർ കൊടുക്കും. അവിടെ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പം ഇത്രയും പേർക്ക് ഈ 60% ഇത്രയും പേർക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ഒപ്പം തന്നെ ഈ ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ്, പരസ്യം കൊടുക്കണം. അപ്പം പരസ്യം കൊടുക്കാനും പണം കണ്ടെത്തുന്നത് ഈ 60%ത്തിൽ നിന്നാണ്. നമ്മൾ കൊടുക്കുന്ന 100 രൂപ പോകുന്നത് 40 രൂപ കമ്പനിയിലേക്ക് പോകുമ്പോൾ 60% പോകുന്നത് ഇടനിലക്കാരിലേക്കും പരസ്യത്തിനുമാണ് പോകുന്നത്. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന മെത്തേഡിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 40%, സാധാരണ കമ്പനി എടുക്കുന്നത് പോലെ 40% എന്ത് ചെയ്തു, കമ്പനി എടുത്തു. ബാക്കി 60% നേരെ നമ്മളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. എങ്ങനെ വരുന്നുണ്ട്? നമുക്ക് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, നമ്മൾ നേരിട്ടാണ് സെല്ല് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങിക്കാം. നമ്മുടെ സിറ്റികളിലും നമ്മുടെ അടുത്തൊക്കെ കമ്പനിയുടെ ഷോപ്പുകളാണുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും നടത്തുന്നത്, പക്ഷേ കമ്പനിയുടെയാണ് ഷോപ്പ്. അപ്പോൾ കമ്പനിയിൽ നേരിട്ട് നമ്മൾ വാങ്ങുന്നതിന് തുല്യമാണ് ആ ഷോപ്പിൽ ചെന്ന് വാങ്ങുന്നത്. അപ്പോൾ കമ്പനിയിൽ നിന്ന് നമ്മൾ ആ സാധനം വാങ്ങി, അത് നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് മൗത്താണ്. നമ്മൾ വായിലൂടെ മറ്റുള്ളവരോട് ഞാൻ ഉപയോഗിച്ചതിനെക്കുറിച്ച് ഞാൻ മറ്റുള്ളവരോട് പറയുകയും നമ്മൾ ആ സാധനം അവർക്ക് കൈമാറുകയും ചെയ്യുകയാണ്. അപ്പം അങ്ങനെ കമ്പനിക്കിടയിൽ നമ്മൾ മാത്രമാണ് ഉള്ളത്, കമ്പനി ഷോപ്പിനിടയിൽ നമ്മളാണ് ഉള്ളത്. അപ്പോൾ ആ 60 രൂപ എന്ത് ചെയ്യും, നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ ഈ 60 രൂപ എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് കമ്പനിയുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് നമുക്ക് 60 രൂപ തരികയല്ല കമ്പനി ചെയ്യുന്നത്. കമ്പനി പറയുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ആ 60 രൂപ കിട്ടുന്നത്. അതിൻ്റെ ഓരോ ശതമാനം ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് 60% നമുക്ക് കിട്ടണമെങ്കിൽ കമ്പനി എന്തു പറയുന്നു, ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് ധാരാളം കമ്പനികൾ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലകളിലുണ്ട്. പലരും ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയെ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ നമ്മളിത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് നമ്മൾ GST കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മൾ ആരെയും പറ്റിക്കുന്നില്ല. ആരെയും നമുക്ക് യാതൊരു ബാധ്യതയുമില്ലാതെ നമുക്ക് നല്ല ഉൽപ്പന്നം ആളുകളുടെ കൈകളിൽ എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം പലരും പല രീതിയിൽ വന്ന് ആളുകൾ മറ്റുള്ളവരെ പറ്റിക്കുകയും ചതിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പലരും ഇതിനെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണുന്നത്. എന്നാൽ നാം ധൈര്യത്തോടെ നമ്മൾ കൃത്യമായ രീതിയിൽ ചെയ്തു പോവുകയാണെങ്കിൽ ആരെയും നമ്മളെ കുറ്റം പറയാത്ത രീതിയിൽ നമുക്കിത് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ്. അതിനകത്ത് നിന്നുകൊണ്ട് ഏറ്റവും നല്ല ബിസിനസ് ശൃംഖലയാണ് വെസ്റ്റീജ് ബിസിനസ് എന്ന് പറയുന്നത്. നമുക്ക് ധൈര്യമായിട്ട് 100% ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു കമ്പനി എന്ന് പറയുന്നത് വെസ്റ്റീജ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് വെസ്റ്റീജ് കമ്പനിയുടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ വെസ്റ്റീജ് കമ്പനിയെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരു 3 ആളുകളെ, നമുക്ക് 3 മഹൽ വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സാണ്. ഈ കാണുന്നത് മാനേജിങ് ഡയറക്ടർ ഗൗതം ബാലി സാറാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദീപക് സൂദ് എന്ന് പറയുന്ന മറ്റൊരു ഡയറക്ടർ. ഇവിടെ അടുത്തത് കൺവീർ പീർ സിംഗ് എന്ന് പറയുന്ന മറ്റൊരു ഡയറക്ടർ. അപ്പോൾ ഇവരാണ് നമ്മുടെ സാരഥികൾ. ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, മാനേജിങ് ഡയറക്ടർ
2 ഡയറക്ടർമാർ. ഇവരാണ് ഡയറക്ടർമാരെന്ന് പറയുന്നത്. നമ്മൾ അവരുടെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. പിന്നെ കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത് ടു ഹെൽപ്പ് പീപ്പിൾ ലീവ് എ ലൈഫ് ഓഫ് എ എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഓൺ ദെയർ ഓൺ ടേംസ്. നമ്മുടെ ജനങ്ങളെ സാമ്പത്തികമായി ഉന്നമനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക്, സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വെസ്റ്റേജ് കമ്പനിയുടെ വിഷൻ എന്ന് പറയുന്നത്. മിഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ രാജ്യത്ത് നമ്മുടെ മൊത്തത്തിൽ, അതായത് ലോകത്ത് മുഴുവനും ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് അതിൻ്റെ മുൻപന്തിയിൽ എത്തുക എന്നുള്ളതാണ് വെസ്റ്റേജ് കമ്പനിയുടെ മിഷൻ എന്ന് പറയുന്നത്. ഇവിടെ വെസ്റ്റേജ് കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം ഗുണങ്ങളാണുള്ളത്. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ വെസ്റ്റേജ് കമ്പനിയെക്കുറിച്ച് ചോദിച്ചാൽ എന്തൊക്കെയാണ് വെസ്റ്റേജ് കമ്പനി എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ആമുഖം നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ 3 ഡയറക്ടർമാരെ കണ്ടു. ഇത് 2004 ആരംഭിച്ചതാണ്. ഇന്ത്യൻ കമ്പനിയാണ്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അതാണ് ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറയുന്നത്. ഇന്ത്യൻ കമ്പനിയാണ്. 350 കൂടുതൽ സ്വന്തമായിട്ടുള്ള വെസ്റ്റേജ് കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുകയില്ല. വെസ്റ്റേജ് കമ്പനിയിലൂടെ മാത്രമേ ഈ പ്രൊഡക്റ്റുകൾ കിട്ടുകയുള്ളൂ. വെസ്റ്റേജ് കമ്പനിയുടെ സ്വന്തം റിസർച്ചിൽ ചെയ്തെടുത്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് 100% ഉത്തരവാദിത്തം വെസ്റ്റേജ് കമ്പനിക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ 5000 കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്, DLCPകൾ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് 5000 മുകളിൽ കമ്പനിക്കുണ്ട്. 2.5 കോടി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് 2.5 കോടിയിലധികം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. 5000 ആളുകൾക്ക് കാറ്, ഈ ബിസിനസ്സിലൂടെ കാറ് നൽകി കൊടുത്ത ഒരു കമ്പനിയാണ് വെസ്റ്റേജ് കമ്പനി. 2700 കോടിയിലധികം ടേൺ ഓവർ 2019-2020 വർഷത്തിൽ 2700 കോടിയിലധികം വിറ്റുവരവുണ്ടായ ഒരു കമ്പനിയാണ് വെസ്റ്റേജ് കമ്പനി. ഒപ്പം തന്നെ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്ത്യയിൽ നമുക്ക് ഒന്നാമത്തെ കമ്പനി എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് വെസ്റ്റേജ് കമ്പനിയാണ്. വേൾഡിലെ 30ാമത്തെ പൊസിഷനിലാണ് വെസ്റ്റേജ് കമ്പനി നിൽക്കുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 ആണ്. വേൾഡ് തലത്തിൽ നോക്കുകയാണെങ്കിൽ 30ാമത്തെ പൊസിഷനിൽ വെസ്റ്റേജ് കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനി, 2004 തുടങ്ങിയ ഒരു ഇന്ത്യൻ കമ്പനി എത്തി എന്നുള്ളത് വളരെ ഒരു അത്ഭുതകരമായുള്ള ഒരു കാര്യമാണ്. ഇതാണ് ഒരു ചെറിയൊരു ആമുഖം. ഒപ്പം തന്നെ ഇന്ന് കമ്പനിക്ക് ഇന്ത്യ കൂടാതെ ദുബായ്, നേപ്പാൾ, ബഹ്റിൻ, ബംഗ്ലാദേശ്, സൗദി, ഒമാൻ, തായ്ലാൻഡ്, ഗാന, ഈ രാജ്യങ്ങളിൽ എല്ലാം ഇന്ന് ഷോപ്പുകൾ ബ്രാഞ്ചുകളുണ്ട് എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു വലിയ പ്രത്യേകത. ഇവിടെ കമ്പനി ധാരാളം അവാർഡുകൾ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. കമ്പനിയുടെ ഈ 2017 ഏറ്റവും നല്ല കമ്പനിയായിട്ട്, ഇന്ത്യയിലെ ഏറ്റവും നല്ല കമ്പനിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2017-2018 ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായിട്ട് കമ്പനിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ വേൾഡ് തലത്തിലൊക്കെ ടോപ്പ് 50 ഗ്ലോബൽ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ ഒരു കമ്പനിയായിട്ട് കമ്പനിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ്സ് 2021 കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ധാരാളം സർട്ടിഫിക്കറ്റുകളും അവാർഡുകളും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറീസ്, ധാരാളം കാറ്റഗറീസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. പ്രൊഡക്റ്റുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനുള്ള പ്രൊഡക്റ്റുകളുണ്ട്. വെസ്റ്റേജ് പ്രൈം എന്ന് പറയുന്നത്, പ്രോ ഹാർട്ട് എന്ന് പറയുന്നത്, ജോയിൻ്റ് ആൻഡ് ബോൺസ് ഹെൽത്ത്, ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ് ആൻഡ്
വുമൻസ് ഹെൽത്ത് ഉണ്ട്, ഹെൽത്ത് ഫുഡുണ്ട്, ആയുഷാൻഡ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ട്. സ്കിൻ കെയർ ഉണ്ട്. സ്കിൻ കെയർ നമുക്ക് ധാരാളം ഓയിൽമെൻറ്റുകൾ, ധാരാളം ക്രീമുകൾ, കോസ്മെറ്റിക് ഐറ്റംസിലായിട്ട് കുറേ ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്. പേഴ്സണൽ കെയറിന് വേണ്ടി ധാരാളം പ്രൊഡക്റ്റുകളുണ്ട്. ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് വീഡിയോ എല്ലാം ഈ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിശദമായ പഠനമൊക്കെ യൂട്യൂബിലുള്ളതുകൊണ്ട് ധാരാളം അതിനെക്കുറിച്ച് പറയുന്നില്ല. നമ്മുടെ സമയങ്ങൾ ധാരാളം പോകും. അതുകൊണ്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നില്ല. പ്രൊഡക്റ്റ് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ, ഈ പിക്ചറുകളെല്ലാം കാണാൻ കഴിയുന്നുണ്ടല്ലോ. നമുക്ക് ഹോം കെയർ എന്ന് പറയുന്ന തുണി അലക്കാനുള്ളത്, തറ തുടയ്ക്കാനുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മൾ പ്ലേറ്റൊക്കെ വാഷ് ചെയ്യാൻ, വെസൽസ് എല്ലാം വാഷ് ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ മാക് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ലിക്വിഡുണ്ട്. നമ്മുടെ എൻജിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ലിക്വിഡാണ്. അത് എൻജിനുള്ളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻജിനകത്തുനിന്ന് വരുന്ന വലിയ ഒച്ചപ്പാടൊക്കെ മാറും. നമ്മുടെ സ്മൂത്ത് സൗണ്ട് കിട്ടും. ഒപ്പം തന്നെ മൈലേജ് കൂടുതൽ കിട്ടും. അങ്ങനെ ധാരാളം ഗുണങ്ങളുള്ള ഒരു ഉൽപ്പന്നമാണ് അതെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എയർ ഫിൽറ്ററും വാട്ടർ ഫിൽറ്ററും വാട്ടർ പ്യൂരിഫയറൊക്കെ നമുക്ക് കമ്പനിക്കുണ്ട്. ഇതൊക്കെയാണ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിസിനസ്സിലേക്ക് വരാം. നമുക്ക് എങ്ങനെയാണ് ഏതെല്ലാം തരത്തിലാണ് വരുമാനം കിട്ടുന്നതെന്ന് നോക്കാം. കമ്പനി നമുക്ക് പ്രദാനം ചെയ്യുന്നത് 9 തരത്തിലുള്ള വരുമാനങ്ങളാണ്. 9 വരുമാനവും നമുക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും. അത് എന്തൊക്കെയാണ്? ഒന്ന്, സേവിങ് കൺസംഷൻ. 10 മുതൽ 20% വരെ സേവിങ് കൺസംഷൻ എന്ന രീതിയിൽ ഒരു വരുമാനം നമുക്ക് തരുന്നുണ്ട്. അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് 5% മുതൽ 16% വരെ കിട്ടുന്നുണ്ട്. ഡയറക്ടർ ബോണസ് 15% കിട്ടുന്നുണ്ട്. ടീം ബിൽഡിംഗ് ബോണസ് 3% കിട്ടുന്നുണ്ട്. ലീഡർഷിപ്പ് ഓവർ ടൈം ബോണസ് 18% കിട്ടുന്നുണ്ട്. ട്രാവലിംഗ് ഫണ്ട് 3%, കാർ ഫണ്ട് 5%, ഹൗസ് ഫണ്ട് 3%, എലൈറ്റ് ക്ലബ്ബ് ബോണസ് എന്ന് പറയുന്നത് 2%. ഇത് നമ്മൾ വിശദമായിട്ട് ഒന്നും കൂടെ താഴേക്ക് നോക്കുന്നുണ്ട്. നമുക്ക് ഈ ഇൻകം എല്ലാം തരുന്നത് മാറ്റിവെച്ചിരിക്കുന്ന 60% നിന്നാണ്. MRP നിന്ന് 40%, MRP വിലയുടെ 40% കമ്പനി എടുത്തിട്ട് അതിൻ്റെ 60% നിന്നാണ് ഈ ശതമാനക്കണക്കിൽ ഓരോന്നും നമുക്ക് തരുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വെസ്റ്റേജ് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് വളരെ ഈസിയാണ്. നമ്മുടെ അടുത്ത് ആരെങ്കിലും വെസ്റ്റേജ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, വെസ്റ്റേജ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അവരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു ID അടിച്ച് തരും. ഒരു വെസ്റ്റേജ് കമ്പനിയിൽ നമുക്ക് ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം, കാശൊന്നും കൊടുക്കണ്ട. അത് ഫ്രീ ജോയിനിങ് ആണ്. അപ്പോൾ തന്നെ നമുക്കൊരു ID നമ്പർ കിട്ടും. ID നമ്പർ കിട്ടാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൂഫ്, നമ്മുടെ ആധാർ കാർഡോ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ ഇലക്ഷൻ ID കാർഡോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ID കാർഡ് നമ്മൾ കൊടുക്കണം. ഒപ്പം തന്നെ നമുക്ക് ബാങ്കുമായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ബാങ്കിൻ്റെ പാസ്ബുക്ക്, അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്യണം. അത് ആദ്യമേ തന്നെ ചെയ്യണം എന്നില്ല, സാവകാശം ചെയ്താലും മതി. എല്ലാം ഒന്നിച്ച് ചെയ്താലും നല്ലത് തന്നെയാണ്. പിന്നെ പാൻ കാർഡ് നമ്മൾ അറ്റാച്ച് ചെയ്യണം. പാൻ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാൻ കാർഡ് ഇല്ലെങ്കിൽ നമ്മുടെ TDS നമ്മളെ പിടിച്ചു പോകും. അപ്പോൾ പാൻ കാർഡ് അത് അറ്റാച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പാൻ കാർഡ് നമ്മൾ വരുമാനം വരുന്ന സമയമാകുമ്പോഴത്തേക്കും ചെയ്താൽ മതി. ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 3 രീതിയിൽ നമുക്ക് വെസ്റ്റേജ് കമ്പനിയിൽ നിൽക്കാനായിട്ട് സാധിക്കും. ഒന്നൊരു കൺസ്യൂമറായിട്ട്, നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം നമുക്ക് നിൽക്കാം. മറ്റൊന്ന് പ്രോസമ്യൂർ ആയിട്ട് നമുക്ക് നിൽക്കാം. മറ്റൊന്ന് എൻ്റർപ്രണറായിട്ട്. നമുക്ക് ഒരു കമ്പനി തുടങ്ങാൻ, സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാൻ നമുക്ക് സാധിക്കുകയില്ല.
നമ്മുടെ പല വിഷമഘട്ടങ്ങൾ കൊണ്ട്. എന്നാൽ ഇവിടെ കമ്പനി നമ്മളെ സഹായിക്കുന്നത് നമുക്കൊരു സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുന്നത് പോലെ തുടങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് കമ്പനി നമുക്കിവിടെ തരുന്നത്. അപ്പം എന്താണ് എന്ന് നോക്കാം. ഇവിടെ ഒരു ചെറിയൊരു ഉദാഹരണം, നമ്മൾ കമ്പനിയിൽ ചേർന്നാൽ കിട്ടുന്ന ചെറിയൊരു ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഒന്ന്, നമുക്ക് ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് കിട്ടുന്നത്. കാരണം നേരത്തെ നമ്മൾ കണ്ടു, ദുബായ് പോലുള്ള പല രാജ്യങ്ങളിൽ നമ്മുടെ കമ്പനിയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഉൽപ്പന്നങ്ങളാണ് ഈ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ കയറ്റി അയക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ എല്ലാ മാനദണ്ഡവും പാലിക്കേണ്ടതുള്ളതുകൊണ്ട് അത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നത്. ആ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്ത്യയിൽ ഇവിടെ കിട്ടുന്നത്. 2 തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറില്ല. ഒറ്റ ഉൽപ്പന്നം തന്നെയാണ് കയറ്റി അയക്കാനും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ISO സർട്ടിഫൈഡ് ഉള്ള ഉൽപ്പന്നങ്ങളാണ്. 100% മണി ബാക്ക് ഗ്യാരണ്ടി ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. അതിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിലെന്ത് കുഴപ്പം വന്നാലും നമ്മൾ കൊടുത്ത പണം അത് 100% നമുക്ക് തിരികെ തരും എന്നുള്ളതിന് ഗ്യാരണ്ടിയോടുകൂടിയുള്ള നോട്ടീസ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 10 മുതൽ 20% വരെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. നമ്മൾ വാങ്ങുമ്പോൾ തന്നെ 10% മുതൽ 20% വരെ നമുക്ക് ഉൽപ്പന്നങ്ങളിൽ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 10% ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. അതായത് നമ്മളിവിടെ അടുത്ത് നമുക്ക് കാണാം 10%. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് 10% കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ 5 മുതൽ 16% വരെ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. അതെല്ലാം അടുത്ത ബിസിനസ് പ്ലാൻ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ 20% ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു കമ്പനിയാണ്, തരുന്നൊരു കമ്പനിയാണ് വെസ്റ്റേജ് കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ നോക്കൂ, ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ 3500 രൂപ MRP ഉള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങുന്നു. കമ്പനിയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് 300 രൂപ മാത്രമേ നമുക്കവിടെ കൊടുക്കേണ്ടതുള്ളൂ. അവിടെ 10 മുതൽ 20% വരെ ഡിസ്കൗണ്ടാണ് കിട്ടുന്നത്. അവിടെ നമുക്ക് 500 രൂപ കുറച്ച് 3000 രൂപ നമ്മളവിടെ കൊടുത്താൽ മതി. അപ്പം 3000 രൂപ കൊടുത്തു കഴിയുമ്പോൾ നമ്മളവിടെ 500 രൂപ നമ്മളവിടെ സേവ് ചെയ്തു. അടുത്തത് നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റ് എന്ന് നമ്മളിവിടെ കണ്ടത് 300 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് വേറെ പ്രൊഡക്റ്റ് തരും. പിന്നെ നമുക്ക് ക്യാഷ് ബാക്കായിട്ട് 140 രൂപ, അതായത് 5% മുതൽ 16%, അതായത് ഓരോരുത്തരും കയറി വരുന്നതിനനുസരിച്ച് ആണ് ഈ 5% തൊട്ട് 16% എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നാലെ കാണാം, അതെങ്ങനെയാണെന്ന് കാണാം. അപ്പം 140 രൂപ, ഒരു 16%കാരനാണെങ്കിൽ അദ്ദേഹത്തിന് 144 രൂപ ക്യാഷ് ബാക്കായിട്ട് കിട്ടും. പിന്നെ ഈ 3000 രൂപയുടെ പ്രൊഡക്റ്റ് 4 മാസം തുടർച്ചയായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ കമ്പനി വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 750 രൂപ അതിൽ നിന്നും ഒരു ഓഫറായിട്ട് കിട്ടും. ഒപ്പം തന്നെ ഈ 4 മാസം കൺസിസ്റ്റൻസി ഓഫർ അടുപ്പിച്ചെടുത്താൽ 5-ാമത്തെ ഒരു മാസം നമുക്ക് ഫ്രീ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയുന്ന നല്ലൊരു ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേറെയുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കയറി കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഓഫറാണ്. അതായത് 4 പ്രാവശ്യം വാങ്ങി 5-ാമത്തെ മാസം നമുക്ക് ഫ്രീ കിട്ടും. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ 5-ാമത്തെ മാസവും നമുക്ക് ഒരു പർച്ചേസ് നമുക്ക് ഫ്രീ കിട്ടുന്ന ഒരു നല്ലൊരു മെത്തേഡാണ്, ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ തന്നെ നമുക്ക് 1654 രൂപ നമ്മൾ സേവ് ചെയ്തു. 56% ഡിസ്കൗണ്ട് നമുക്കിവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ആണ് ഒരു ഗുണം. അപ്പം ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഇവിടെ നമ്മൾ ബിസിനസ്സിലേക്ക് നമ്മൾ എത്തി. എന്താണ് ബിസിനസ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് നമ്മൾ കൃത്യമായിട്ട് ശരിക്കും മനസ്സിലാക്കി പോകണം. നമ്മൾ
30 രൂപ. ഇവിടെ നിങ്ങൾ RS 30 PV 01 BV 18 എന്ന് കാണുന്നുണ്ടല്ലോ. ഇവിടെ കോമൺ ആയിട്ട് 30 രൂപേൻ്റെ ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു PV, അതായത് പോയിൻ്റ് വാല്യൂ എന്നാണ് PVയുടെ അർത്ഥം. ഒരു പോയിൻ്റ് വാല്യൂ നമുക്ക് കമ്പനി തരും 30 രൂപേൻ്റെ ഒരു സാധനത്തിന്. അതായത് 100 രൂപേൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ 90, 30, 60, 90. അപ്പം 3 PV 10 രൂപേൻ്റെ അതിനനുസരിച്ചുള്ള പോയിൻ്റ് PV നമുക്ക് കിട്ടും. ഒരു PV എന്ന് പറയുന്നത് 18 BV ആണ്. BV എന്ന് പറഞ്ഞാൽ ബിസിനസ് വോളിയം. 18 ബിസിനസ് വോളിയാണ് ഒരു PV എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വെസ്റ്റേജ് കമ്പനിയിൽ PV ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. BV ഉണ്ടെങ്കിൽ പോലും PV ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മറ്റ് ചില കമ്പനികളിൽ BV ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. PVനേക്കാളും 18 പ്രാവശ്യം കൂടുതലാണ് BV എന്ന് പറയുന്നത്. ഇവിടെ PV ഒരു PV എന്ന് പറയുന്നത് 18 BV ആണ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മളിവിടെ PV എന്നാണ് ഇനി മൊത്തം പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പോയിൻ്റ് വാല്യൂ എന്നാണ് ഒന്ന് മനസ്സിലാക്കണം. അപ്പം ഇനി ഇപ്പുറത്തെ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒന്നാമത്തെ കമ്പനിയുടെ വരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ ഒരു PV നമ്മൾ 30 രൂപേൻ്റെ ഒരു സാധനം മേടിച്ചതിന് ഒരു PV കിട്ടിയല്ലോ. ഒരു PV മുതൽ 599 PV വരെ 5% നമുക്ക് കിട്ടുന്നത്. 5% ക്യാഷാണ് തിരികെ കിട്ടുന്നത്. 600 PV മുതൽ 2399 വരെ നമുക്ക് 8% കിട്ടും. അപ്പോൾ നമ്മൾ 8% കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 600 PVയിലേക്ക് എത്തണം. ഈ PV ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുന്നതല്ല. നമ്മൾ ബിസിനസ് പറഞ്ഞ് മറ്റുള്ളവരോട് ബിസിനസ് പറഞ്ഞ് നമ്മുടെ താഴെ വീണ്ടും ആളുകൾ വന്നു കഴിയുമ്പോൾ അവർ വാങ്ങുന്ന PV അവർ വാങ്ങുമ്പോൾ അവർക്കും PV കൊടുക്കും. ആ PV നമുക്കും കിട്ടും. നമ്മുടെ മുകളിലേക്ക് എത്ര പേരുണ്ടോ അവർക്കെല്ലാം ആ PV ആഡ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളിതൊരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒറ്റയ്ക്കല്ല നമ്മളിത് ചെയ്യുന്നത്, ഇവിടെ എത്തുന്നത്. അപ്പം ഒരു PV 600 PVയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കും. പക്ഷേ നമ്മൾ ഗ്രൂപ്പായിട്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിലൊക്കെ എത്താനായിട്ട് പറ്റും. ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് PVകളൊക്കെ വളരെ വേഗത്തിൽ കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ 600 PV മുതൽ 2399 PV വരെ 8%, 2400 PV മുതൽ 5499 PV വരെ 12%. അവിടെ വരെ ഉള്ളവർക്ക് 12% പെർഫോമൻസ് ബാലൻസായിട്ട് നമുക്ക് തിരികെ കിട്ടുന്നത്. 5500 PV എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 16% നമുക്ക് തിരികെ കിട്ടും. 16% നമുക്ക് തിരികെ കിട്ടും. അപ്പോൾ 16% വരെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ PVയെ ഉയർത്തിക്കൊണ്ടുവരിക. PVയെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ മറ്റുള്ളവരോട് പറയുക. അവരും ഉൽപ്പന്നം വാങ്ങുമ്പോഴാണ് ഈ PV കയറി വരുന്നത്. നമ്മുടെ താഴെയുള്ളവർ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ PV കയറി വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മനസ്സിലായല്ലോ. ഇനി ഒരു കമ്പനി 2 ഓഫറും കൂടെ തന്നിട്ടുണ്ട്. ഒറ്റയടിക്ക് നമ്മൾ 282 PV ഒരു ദിവസം നമ്മൾ വാങ്ങുകയാണെങ്കിൽ 282 PV ഒറ്റയടിക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഒറ്റയടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ 282 PV എത്തുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് 8%ത്തിലേക്ക് മാറും. അതല്ല എങ്കിൽ നമ്മൾ 600 PV വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം 8%ത്തിലേക്ക് എത്താനായിട്ട്. ഇവിടെ 282 PVയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് 8%ത്തിലേക്ക് കയറാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമ്മൾ 5500 PV എത്തുന്നതോടെ വരെ നമ്മൾ കാത്തിരിക്കണം 16%ത്തിലെത്താൻ. ആ സ്ഥാനത്ത് നമുക്ക് 4500 PV ഉണ്ടെങ്കിൽ നമുക്ക് 16% അല്ല, നമ്മൾ ബ്രോൺസ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒറ്റയടിക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഒറ്റ മാസം ജോയിൻ ചെയ്ത ആദ്യത്തെ മാസം
ആ മാസം നമ്മൾ 4500 PV ഉണ്ടാക്കാൻ സാധിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ബ്രോൺസ് ഡയറക്ടറാകാൻ പറ്റും. ജോയിൻ ചെയ്ത ആ മാസം 282 PV ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് 8% കയറാനായിട്ട് പറ്റും. അതിൻ്റെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ തൊട്ട് താഴെ ഒരാൾ ഇത് അച്ചീവ് ചെയ്താൽ നമ്മുടെ ചാൻസ് നഷ്ടപ്പെടും. ആ ചാൻസ് അവർക്ക് പോകും. അപ്പോൾ നമ്മുടെ തൊട്ട് താഴെ നമ്മൾ ഒരാളെ ചേർത്തു, അവരാണ് 282 പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, ഈ 8% കയറിപ്പോകും. നമ്മളെയും 8%. ഒപ്പം തന്നെ ഒരു 750 രൂപേൻ്റെ ഒരു ഗിഫ്റ്റ് കമ്പനി തരുന്നുണ്ട്. ആ ഗിഫ്റ്റ് കിട്ടുന്നത് ആരാണോ ഏറ്റവും താഴെ ഉള്ളത്, അതായത് 282 പോയിന്റിൽ ആരാണോ അച്ചീവ് ചെയ്തത് അവർക്കായിരിക്കും ആ ഗിഫ്റ്റ് കിട്ടുന്നത്. അടുത്തത് ഇവിടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് 3000 PV യും BV യും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. 100 PV എന്ന് പറയുന്നത് 300 BV ആണ്. അപ്പം 100 PV 600 PV എന്ന് പറയുന്നത് 8% കയറുന്നതിൻ്റെ BV യും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് ഈ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ഒരു ബ്രോൺസ് ഡയറക്ടർ ആകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ചാർട്ടിൽ കാണിക്കുന്നത് ബ്രോൺസ് ഡയറക്ടർ എങ്ങനെയാണ്. നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ധാരാളം പൊസിഷനുകളുണ്ട്. ക്രൗൺ ഡയറക്ടർ വരെ എത്താൻ വേണ്ടി 6 പേരെ നമ്മുടെ താഴെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നേരെ താഴേക്കല്ല, ഒരാളുടെ താഴെ എന്ന രീതിയിലല്ല, നമ്മുടെ നേരെ താഴെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇടത്തും വലത്തും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് പോലെ ഈ ഇടത്തും വലത്തും എന്ന് ചെയ്യുന്നത് നമ്മുടെ നേരെ 2 പേരെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 6 പേരെ നമ്മുടെ താഴേക്ക് ചേർക്കുക. ലെഗ് എന്ന് പറയാം, 6 കൈകൾ എന്ന് പറയാം, 6 ലെഗുകൾ എന്ന് പറയാം, 6 പേരെന്ന് പറയാം. എങ്ങനെയായാലും നമ്മുടെ നേരെ താഴേക്ക് 6 പേരെ ചേർക്കുന്നു. ഈ 6 പേരെ ചേർത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ 6 പേരെ ചേർത്തതിന് ശേഷം അവരും മറ്റുള്ളവരോട് പറയുന്നുണ്ട്, അവരും അവരുടെ താഴെ ആളുകളെ ചേർക്കുന്നുണ്ട്. അപ്പം അവിടെയെല്ലാം PVകൾ എന്ത് ചെയ്യും, കൂടി വരും. അപ്പോൾ PV കൂടി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നാമത്തെ ഒരാൾ ഒരു വീടിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആൾ 200 PV കൊണ്ടുവന്നിട്ടുണ്ട്, രണ്ടാമത്തെ ആൾ 600 PV, മൂന്നാമത്തെ ആൾ 700 PV കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 200 PV കൊണ്ടുവന്ന ആൾ 5%-ലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ആൾ 8%-ലാണ്, മൂന്നാമത്തെ ആളും 8%-ലാണ് നിൽക്കുന്നത്. അങ്ങനെ ഈ 6 ആളുകളിൽ നിന്നും വരുന്ന PVകൾ, ആ PVകളെല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ 5500 PV ആകും. അപ്പോൾ 5500 PV ആകുന്ന സമയത്ത് നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആകും. നമ്മുടെ ഇവിടെ 6ാമത്തെ വ്യക്തി 2400 PV ഇവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം 12%-ലാണ് നിൽക്കുന്നത്. ഈ 6 പേരെ ചേർക്കാതെ നമുക്ക് 2 പേരെ ചേർത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 3 പേരെ ചേർത്തിട്ടോ ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5500 നമ്മൾ ആകുന്നതിന് മുമ്പേ നമ്മുടെ തൊട്ട് താഴെ ഒരാൾ 5500 കവർ ചെയ്ത് പോയാൽ അവരായിരിക്കും ബ്രോൺസ് ഡയറക്ടർ ആകുന്നത്. നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആകത്തില്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 2000 PV അടുത്ത മാസം വീണ്ടും വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ബ്രോൺസ് ഡയറക്ടർ ആകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ഒരു പ്രാവശ്യം ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നമ്മുടെ തൊട്ട് താഴെ വരുന്ന ഒരാളെ നമുക്ക് അടുത്ത ബ്രോൺസ് ഡയറക്ടർ ആക്കി എടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ 6 പേരെ ചേർക്കാനായിട്ട് പറയുന്നത്. വ്യത്യസ്തമായിരിക്കുന്ന പല ബിസിനസ് രീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെയുണ്ട്. നിങ്ങൾക്കത് പോയി നോക്കിയിട്ട് അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് അത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് 6 പേരെ ചേർക്കാൻ വേണ്ടിയാണ്. 6 പേരെ ചേർത്തിട്ട് 6 പേരിലൂടെയും ബിസിനസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
അതും എളുപ്പമായിട്ടുള്ള ഒരു രീതിയാണ്. നമുക്ക് പെട്ടെന്ന് ബ്രോൺസ് ഡയറക്ടറാകി മറ്റുള്ളവരെ പെട്ടെന്ന് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബ്രോൺസ് ഡയറക്ടറായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങൾ എന്തൊക്കെയാണ്? റീപർച്ചേസ് 10% മുതൽ 20% വരെ നമുക്ക് റീപർച്ചേസിൽ കിട്ടും. ഒരു പ്രാവശ്യം ഫസ്റ്റ് പർച്ചേസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പർച്ചേസ് എല്ലാം റീപർച്ചേസ് ആയിട്ടാണ് കമ്പനി കരുതുന്നത്. അപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് 10% മുതൽ 20% വരെ ഡിസ്കൗണ്ടിലാണ്, MRP നിന്ന് ഡിസ്കൗണ്ടിലാണ് നമുക്ക് തരുന്നത്. അതിനാണ് റീപർച്ചേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് പെർഫോമൻസ് ബോണസ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, 5% മുതൽ 16% വരെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമ്മൾ തൊട്ട് മുമ്പിലുള്ള സ്ലൈഡിൽ കണ്ടു. അപ്പോൾ ആ പെർഫോമൻസ് ബോണസ് ലഭ്യമാണ്. ഇവിടെ ഡയറക്റ്റ് ബോണസ്, നമ്മളിവിടെ 5500 പോയിൻ്റ് എത്തി ഒരാൾ ഡയറക്ടർ ആയതുകൊണ്ട് ഡയറക്ടർ ബോണസ് 15% നമുക്ക് ലഭ്യമാണ്. ഒപ്പം തന്നെ ടീം ബിൽഡിംഗ് ബോണസ് 3% കിട്ടും. നമ്മൾ ടീമിനെ ബിൽഡ് ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ബിസിനസ് പരിഗണിച്ച് ടീം ബിൽഡിംഗ് ബോണസ് നമുക്ക് 3% കിട്ടും. അടുത്ത് നമ്മൾ സിൽവർ ഡയറക്ടറിലേക്കാണ് പോകുന്നത്. എങ്ങനെയാണ് സിൽവർ ഡയറക്ടർ ആകുന്നത്? നമ്മൾ 6 പേരെ കൊണ്ടുവന്നു. ഈ 6 പേരെ കൊണ്ടുവന്നതിൽ ഒരാളെ നമ്മൾ എങ്ങനെയാണോ ബ്രോൺസ് ഡയറക്ടർ ആയത് അതുപോലെ തന്നെ നമ്മൾ ഈ കൊണ്ടുവന്ന ഒരാളെ ബ്രോൺസ് ഡയറക്ടർ ആകുക. 5500 PV വാങ്ങി ബ്രോൺസ് ഡയറക്ടറിൽ ഒരാളെ എത്തിക്കുകയും നമ്മൾ 2000 ഈ ബാക്കിയുള്ള 5 പേരിൽ നിന്നും കൂടി ബിസിനസ് ചെയ്ത് 2000 പോയിൻ്റ് നമ്മൾ സ്വന്തമായിട്ട് വേറെ ഉണ്ടാക്കുകയും ഈ ഒന്നാമത് കാണുന്ന വ്യക്തി 5500 പോയിൻ്റ് എത്തുകയും ബാക്കിയുള്ള 5 പേരിലൂടെയും കൂടി കൂട്ടി നമ്മൾ 2000 പോയിൻ്റ് എത്തുകയും ചെയ്താൽ നമ്മൾ സിൽവർ ഡയറക്ടറിലേക്ക് പോകും. നമ്മുടെ താഴെ വരുന്ന ഒരാൾ ബ്രോൺസ് ഡയറക്ടറിലേക്കും ആകും. അതാണ് സിൽവർ ഡയറക്ടറിലേക്ക് പോകാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മുടെ തൊട്ട് താഴെ വന്ന ഒരാളെ ബ്രോൺസ് ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സിൽവർ ഡയറക്ടറിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി പോകും. അപ്പോൾ സിൽവർ ഡയറക്ടർ ആയി കഴിഞ്ഞാലുള്ള ഗുണം ഇവിടെ എന്തൊക്കെയാണ്? ഒന്ന്, റീപർച്ചേസ് നമ്മൾ നേരത്തെ കണ്ട 10% മുതൽ 20% വരെ കിട്ടും. പെർഫോമൻസ് ബോണസ് ബ്രോൺസ് ഡയറക്ടറിന് കിട്ടുന്നത് പോലെ തന്നെ 16% വരെ കിട്ടും. ബ്രോൺസ് ഡയറക്ടറിന് 16% കിട്ടും. അതിൻ്റെ താഴെയുള്ളവർക്ക് 8%, 8%, അങ്ങനെ പോകും. നമുക്ക് പറഞ്ഞാൽ 16% കിട്ടും. പിന്നെ ഡയറക്റ്റ് ബോണസ് എന്ന് പറയുന്നത് 15% കിട്ടും. ടീം ബിൽഡിംഗ് ബോണസ് 3% കിട്ടും. പിന്നെ ട്രാവൽ ഫണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ഒരു സിൽവർ ഡയറക്ടറിന് ട്രാവൽ ഫണ്ട് 3% ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. അടുത്ത അവസാനത്തെ വരുമാനം എന്ന് പറയുന്നത്, ഇതിനകത്ത് സിൽവർ ഡയറക്ടറിന് അവസാനത്തെ വരുമാനം എന്ന് പറയുന്നത് LOB ആണ്, ലീഡർഷിപ്പ് ഓവർ ടൈം ബോണസ് എന്ന് പറയും. ഇത് കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ ഒന്നാമത്തെ ഒരാൾ നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കിയല്ലോ, ഈ ബ്രോൺസ് ഡയറക്ടർ 5500 PVക്ക് പകരം 5625 PV ആണ് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്കവിടെ LOB നമുക്ക് ലീഡർഷിപ്പ് ഓവർ ടൈം ബോണസ് കിട്ടും. ഇനി അഥവാ അദ്ദേഹം കൊണ്ടുവരുന്നത് 5500 PV ഉള്ളെങ്കിൽ നമുക്കവിടെ ലീഡർഷിപ്പ് ഓവർ ടൈം ബോണസ് കിട്ടുകയില്ല. അദ്ദേഹത്തെ 5500 PVക്ക് പകരം 5625 PV കൊണ്ടുവരാൻ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ നമുക്കൊരു വരുമാനം കൂടി ഇവിടെ കിട്ടുന്നതായിരിക്കും. അതാണ് സിൽവർ ഡയറക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിൽവർ ഡയറക്ടർ നോക്ക്. ട്രാവൽ ഫണ്ട്, നമ്മളിവിടെ ട്രാവൽ ഫണ്ട് സിൽവർ ഡയറക്ടറിൽ സ്റ്റാർട്ട് ചെയ്തു. വിദേശ രാജ്യങ്ങളുടെ പിക്ചറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കമ്പനി വിടുന്നത് മറ്റ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനും വിനോദയാത്രയ്ക്കുമാണ് കമ്പനി നമുക്ക് പൈസ തരുന്നത്. അടുത്തത് ഗോൾഡ് ഡയറക്ടർ. അടുത്ത പൊസിഷൻ ഗോൾഡ് ഡയറക്ടറാണ്. ഗോൾഡ് ഡയറക്ടറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഗോൾഡ് ഡയറക്ടർ ആകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ പച്ച നിറത്തിൽ 2 വീടുകൾ കാണാം. 2 പേരെ
ബ്രോൺസ് ഡയറക്ടർ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ സിൽവർ ഡയറക്ടർ ആകാനായിട്ട് നമ്മൾ എന്താണോ ചെയ്തത്, ബ്രോൺസ് ഡയറക്ടർ ആകാൻ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെ ഒരാളെ ചെയ്തതിന് നമുക്ക് സിൽവർ ഡയറക്ടർ ആകാം. അതേ രീതി തന്നെ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 2 പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗോൾഡ് ഡയറക്ടർ ആകാം. അവരെ ഓരോരുത്തരും 5500 PV കൊണ്ടുവരികയും ബാക്കിയുള്ള 4 പേരിലൂടെയും നമ്മളിലൂടെയും 2000 PV വരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡ് ഡയറക്ടർ ആകാം. അപ്പോൾ ഗോൾഡ് ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അവിടെ കിട്ടിയ അതേ മാനദണ്ഡത്തിലുള്ള വരുമാനം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരാളും കൂടെ വന്നതുകൊണ്ട് അതിന് ഡബിളായി കിട്ടും. ഒരു ബ്രോൺസ് ഡയറക്ടറിൻ്റെ നമ്മുടെ താഴെ വന്നതുകൊണ്ട് നമ്മുടെ വരുമാനം കൂടും. പക്ഷേ വരുമാനത്തിൻ്റെ ഏതെല്ലാം വരുമാനമാണോ കിട്ടുന്നത് ആ വരുമാനം കിട്ടുന്നുള്ളൂ. പക്ഷെ വരുമാനത്തിൻ്റെ അളവ് കൂടുന്നതാണ് ഇവിടെ ഗോൾഡ് ഡയറക്ടർ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാർ ഡയറക്ടറാണ്. സ്റ്റാർ ഡയറക്ടറിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 3 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ 3 പേരെ ബ്രോൺസ് ഡയറക്ടർ ആക്കുകയും ബാക്കി 3 പേരിലൂടെ നമ്മൾ PV കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ 2000 PV എന്ന് തന്നെ നമ്മൾ കണ്ടുകൊള്ളുക. നമ്മൾ ഓരോ വ്യക്തികളെ ഡയറക്ടർ ആക്കുന്നതിനനുസരിച്ച് PVയുടെ നമ്മളുണ്ടാക്കുന്ന സൈഡ് വോളിയം എന്ന് പറയും. സൈഡ് വോളിയത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മൾ 2000 ഉണ്ടാക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം നമുക്ക് കൂടിക്കിട്ടും. അറ്റപ്പറ്റ നമ്മൾ കമ്പനി പറയുന്ന PV ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം കുറഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ വരുമാനം കൂട്ടാനാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളും ബാക്കിയുള്ള 3 പേരും കൂടെ കൂടിയിട്ട് 2000 PV തന്നെ നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു വരുമാനത്തിലേക്ക് എത്താനായി കിട്ടും. അപ്പോൾ എന്താണ് സ്റ്റാർ ഡയറക്ടറിനുള്ള ഗുണം എന്ന് പറയുന്നത്? ഇവിടെ കാർ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യും. ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ എല്ലാ ഫണ്ടുകളും നമുക്ക് ലഭ്യമാണ്. ഒപ്പം തന്നെ കാർ ഫണ്ട് 5% കാർ ഫണ്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യും. എവിടെ? സ്റ്റാർ ഡയറക്ടറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. നമുക്കിഷ്ടമുള്ള കാറ് വാങ്ങാനായിട്ട് കഴിയും. നമ്മൾ നേരിട്ട് വാങ്ങുകയാണ് ചെയ്യുന്നത്. കമ്പനി നേരിട്ട് നമുക്ക് തരികയല്ല ചെയ്യുന്നത്. നമുക്ക് കാർ ഫണ്ടാണ് തരുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വാഹനം നമുക്ക് സ്വന്തമായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് ഡയമണ്ട് ഡയറക്ടറാണ്. ഡയമണ്ട് ഡയറക്ടറിലേക്ക് വരുമ്പോൾ 4 ബ്രോൺസ് ഡയറക്ടർമാരെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബാക്കി 2 ഡയറക്ടർമാരിൽ നിന്ന് നമ്മൾ സൈഡ് വോളിയം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വരുമാനവും ഇവിടെ നമുക്ക് ആ വരുമാനങ്ങളെല്ലാം നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണാം, ആ വരുമാനങ്ങളെല്ലാം ഇവിടെ കാണാം. പിന്നെ അടുത്തത് ക്രൗൺ ഡയറക്ടറാണ്. ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്നത് 6 പേരെയും നമ്മൾ ബ്രോൺസ് ഡയറക്ടർ ആക്കുകയും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം നമ്മൾ വാങ്ങുകയും ചെയ്താൽ മതി. അതായത് നമ്മളൊരു 100 PV വേണ്ട, നമുക്കൊരു 30 PV ഒക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുകയും ബാക്കി 6 പേരെ ഡയറക്ടർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ക്രൗൺ ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് എത്തും. ഈ ക്രൗൺ ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ കമ്പനി ഒരു വരുമാനം കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഹൗസ് ഫണ്ട് അത് 3%. നമ്മൾ ക്രൗൺ ഡയറക്ടറിൽ എത്തുമ്പോഴാണ് ഈ പറഞ്ഞ വരുമാനങ്ങളെല്ലാം കിട്ടുകയും അതിനൊപ്പം തന്നെ ഹൗസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു വരുമാനം കൂടി അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതാണ് ക്രൗൺ ഡയറക്ടറിൻ്റെ ഒരു ഗുണം. നമുക്ക് ഹൗസ് ഫണ്ട് കമ്പനി തരികയും നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഇഷ്ടത്തിനുള്ള വീട് നമുക്ക് വെക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ അവസാനത്തെ മറ്റൊരു വരുമാനമാണ് എലൈറ്റ് ക്ലബ് എന്ന് പറയുന്നത്. എലൈറ്റ് ക്ലബ്ബും നമുക്ക് നല്ലൊരു വരുമാന സ്രോതസ്സാണ്. എന്നാൽ ഈ 6 പേരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്താൽ മതി. നമുക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് നമുക്ക് കമ്പനി നമ്മളെ എത്തിക്കും എന്നുള്ളത് ആണ് കമ്പനി നമ്മളോട് പറയുന്നത്. അത് മറ്റുള്ളവരെ കണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ധാരാളം പേര് ഈ വരുമാനങ്ങളെല്ലാം വാങ്ങുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. അവരെല്ലാവരും കൃത്യമായിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ബാങ്ക് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരാൻ തയ്യാറാണ്. കമ്പനിയിൽ നിന്ന് കിട്ടിയതും കമ്പനിയിൽ നിന്ന് തന്നതെല്ലാം
കാണിക്കാൻ പറ്റുന്ന ധാരാളം പേർ ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കമ്പനി എന്തു പറയുന്നോ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കമ്പനി തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് തന്നിരിക്കും. അപ്പോൾ കമ്പനിയിൽ ചേരാനായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, ഒരു 5 പൈസ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വലിയ റിസ്ക് ഇല്ല. നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് നമ്മൾ കൃത്യമായ കാര്യങ്ങൾ കമ്പനി എന്താണോ പറയുന്നത് അത് കൃത്യമായി പഠിക്കുക, അത് മറ്റുള്ളവരിലേക്ക് നമ്മൾ പറയുക. നമ്മുടെ സമയത്തിന് നമുക്ക് പോകാനായിട്ട് സാധിക്കും, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഇൻകം എന്ന് പറയുന്നത് ഒരു അളവില്ലാത്ത ഇൻകമാണ്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു മാസം ഇത്ര രൂപ എന്ന് പറയുന്ന ഒരു മാനദണ്ഡത്തിലാണ് നമുക്ക് ശമ്പളം വെക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ വർക്കിനനുസരിച്ചുള്ള ഇൻകം നമുക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. നമ്മൾ കൂടുതൽ വർക്ക് ചെയ്താൽ നമുക്ക് കൂടുതൽ ഇൻകം ഉണ്ടാക്കാം. നമ്മൾ ചെറുതായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇൻകം താഴേക്ക് പോകും. അങ്ങനെ അപ്പോൾ ഇതൊരു ഫാമിലി ബിസിനസ്സായിട്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ഇതിന് പ്രത്യേക എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താണ് നമ്മൾ അറിയാവുന്ന രീതിയിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്താൽ മതി. ബിസിനസ്സിന് എങ്ങനെയാണ് പണം ഉണ്ടാകുന്നതെന്നും നമുക്ക് എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ഉള്ളതെന്നും നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മളിൽ ധാരാളം ക്ലാസ്സുകളൊക്കെ നമ്മുടെ DLCPകൾ നമ്മുടെ ഷോപ്പുകളൊക്കെ കേന്ദ്രീകരിച്ചും പല സ്ഥലങ്ങളിലൊക്കെ ക്ലാസ്സുകൾ നടക്കുമ്പോൾ കഴിയുന്നത്ര ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുക. അതിലൂടെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. പിന്നെ പാസീവ് ഇൻകമാണ്. പാസീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ധാരാളം പേരുണ്ടാവും. നമ്മുടെ താഴെ ഒരുപാട് പേരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊക്കെ പല സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരൊക്കെ ചെയ്യുന്ന വർക്കുകളെല്ലാം നമുക്കത് ഉപകാരപ്രദമായി വരും, നമുക്ക് വരുമാനമായി മാറും. അതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ പാർട്ട് ടൈം ബിസിനസ്സാണ്. നമ്മുടെ ജോലികളും നമുക്ക് പോകേണ്ടിടത്ത് പോകാം, നമ്മുടെ ജോലികൾ നമുക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. അതിനൊക്കെ ശേഷം ഉള്ള ബിസിനസ്സാണ് പാർട്ട് ടൈം ബിസിനസ്. ഒപ്പം തന്നെ ഇത് 24 മണിക്കൂർ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സുമാണ്. ഇന്ന ടൈം തൊട്ട് ഇന്ന ടൈം വരെ ചെയ്യാവുള്ളൂ എന്നൊന്നുമില്ല. നമുക്കിഷ്ടത്തിന് നമുക്ക് എപ്പോൾ വേണേലും ഏത് രാത്രിയിൽ വേണേലും നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമം കൂടിയാണ്. പിന്നെ പേഴ്സണൽ ഗ്രോത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിലേക്കൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ എല്ലാം ചേഞ്ച് ചെയ്യും. നമ്മുടെ ഭാഷയുടെ സ്റ്റൈലി മാറും, നമ്മുടെ സംസാരത്തിൻ്റെ ശൈലി നമ്മൾ മാറും, നമ്മുടെ ഡ്രസ്സിങ് രീതി നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും. ആരും പറഞ്ഞു തരാതെ തന്നെ നമ്മുടെ ഈ നല്ലൊരു സ്റ്റാൻഡേർഡ് ലൈഫിലേക്ക് നമ്മൾ മാറും. നമ്മൾ ആരും വേണ്ടാത്ത നമ്മളെ ആൾക്കാർക്ക് വേണ്ടി വരും. നമ്മുടെ താഴേക്ക് ധാരാളം ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളൊക്കെ ആദരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മളെയൊക്കെ എൻ്റെ ലീഡറാണ്, ഇത് എൻ്റെ മുതിർന്ന ലീഡറാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു നല്ലൊരു പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തിക്കുന്ന നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ലൈഫ് വളരെ ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളെ 10 പേര് അറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെത്തുകയും ഒരു നല്ല റെപ്യൂട്ടേഷൻ, നല്ലൊരു ബഹുമാനം ഒക്കെ സമൂഹത്തിൽ ലഭിക്കുന്ന ഒരു നല്ലൊരു കാര്യമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടൈം ഫ്രീഡം, നമുക്ക് ഇഷ്ടത്തിന് നമ്മുടെ സമയത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഒരു ദിവസം നമ്മൾ ബിസിനസ് ചെയ്തില്ല എന്ന് പറഞ്ഞ് ആരും നമ്മളെ വഴക്ക് പറയാനില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിതെല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് ഒരാൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറയുന്നത്, നാം ഒറ്റയ്ക്കല്ല. നാം ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരാൾ ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാനായിട്ട് കമ്പനിയുണ്ട്. കമ്പനി നിങ്ങൾക്ക് എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളും പ്രൊവൈഡ് ചെയ്യും, എല്ലാ ഉൽപ്പന്നങ്ങളും പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ സ്വന്തമായിട്ടൊരു ഉൽപ്പന്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഉൽപ്പന്നങ്ങൾ കമ്പനി തരും. കമ്പനി 100% കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ഹെൽപ്പുകളും നിങ്ങൾക്ക് കിട്ടും. ഒപ്പം തന്നെ നിങ്ങളുടെ മുകളിൽ ധാരാളം ലീഡർമാരുണ്ട്, കാര്യങ്ങൾ അറിയുന്ന. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ അറിയത്തില്ല, നിങ്ങൾക്കിതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ,
നിങ്ങളെക്കാൾ നന്നായി പറയാൻ കഴിയുന്ന ആളുകൾ നിങ്ങൾക്ക് മുകളിലുണ്ട്. അവർ നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾക്ക് പറയാൻ അറിയില്ല, നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല, ഇതിനെക്കുറിച്ച് ഒരു കാര്യം അറിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, മറ്റ് ഭാഷ അറിയത്തില്ല, മലയാളം തന്നെ ശരിക്കും അറിയില്ല എന്നൊക്കെ പറയുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ താഴെ നിങ്ങളെക്കാളും അറിവുള്ള, നിങ്ങളെക്കാളും ഭാഷ സംസാരിക്കാൻ കഴിയുന്ന, നിങ്ങളെക്കാളും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ധാരാളം പേർ നിങ്ങളുടെ താഴെ വരും. അപ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ച് ബേജാറാകേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ നല്ല അറിവുള്ളവർ നിങ്ങളുടെ മുകളിലുണ്ട്, നല്ല അറിവുള്ളവർ നിങ്ങളുടെ താഴെ വരും. അപ്പോൾ അവരെല്ലാം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്തുനിന്ന് നിന്നുകൊടുത്ത് കുറച്ച് പേരോട് നിങ്ങൾ പറയാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് പറയാൻ അറിയില്ല എങ്കിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മുകളിലുള്ള ലീഡർമാർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി നിങ്ങളുടെ താഴെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യിപ്പിച്ചാൽ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവർ അങ്ങനെയുള്ള ഒരു 10 പേര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടീം വളരെ നന്നായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒപ്പം വിന്നിങ് ടീം, ഇവിടെ ഉദാഹരണത്തിന് കൊടുത്തേക്കുന്ന വിന്നിങ് ടീമിനാണ്. വിന്നിങ് ടീം എന്ന് പറയുന്നത് ഒരു ലീഡർ, ഏതെങ്കിലും ഒരു ലീഡർ ആരംഭിച്ചു, ആ ലീഡറിൻ്റെ കീഴിൽ ധാരാളം ലീഡർമാരുണ്ടായി, അവരൊരു ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ടീമിന് കൊടുക്കുന്ന പേരുകളാണ്, ഓരോ ഗ്രൂപ്പുകൾ, ഓരോ ടീമുകൾ കൊടുക്കുന്ന പേരുകളാണ് വിന്നിങ് ടീം എന്ന് പറയുന്നത്. ഞാനൊക്കെ നിൽക്കുന്നത് കേരള വാരിയേഴ്സ് എന്ന് പറയുന്ന വിൽസൺ സാറ്, അതായത് നിലമ്പൂരുള്ള വിൽസൺ സാറിൻ്റെ കീഴിൽ വരുന്ന ലീഡർമാരാണ് കേരള വാരിയേഴ്സ് എന്ന് പറയുന്നത്. കേരള വാരിയേഴ്സ് എന്ന് പറയുന്ന ടീമിലാണ് ഞാനൊക്കെ വർക്ക് ചെയ്യുന്നത്. വിന്നിങ് ടീം എന്ന് പറയുന്ന ശക്തമായിരിക്കുന്നൊരു മറ്റൊരു ടീമാണ് കേരളത്തിലെ തന്നെ. അപ്പോൾ ആ ടീം അവരുണ്ടാക്കിയതാണ് ഈ PDF ഫയൽ. ഞാനത് ഉപയോഗിച്ചാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോഴെന്ന് പറയുന്നത് പോലെ ഒരു വലിയൊരു ടീം, വലിയൊരു സംഘം, വലിയൊരു ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ മുകളിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും സക്സസ്സായി നല്ല വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. അതിന് ധാരാളം മാധ്യമങ്ങൾ ഇന്ന് നമുക്കുണ്ട്. അതിലേറ്റവും നല്ലൊരു മാധ്യമമാണ് ഇന്ന് വെസ്റ്റീജിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഇന്ന് തന്നെ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് യാതൊരു പൈസ ചിലവുമില്ല, യാതൊരു പണച്ചെലവോ സമയത്തിന് ചിലവോ യാതൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു നല്ലൊരു ലീഡറെ കണ്ടെത്തി നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിട്ട് ജോയിൻ ചെയ്യാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സമയങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് യാതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, പണം കൊടുക്കേണ്ട ആവശ്യമില്ല, യാതൊന്നിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതുകൊണ്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക. കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അന്നേരം തന്നെ ഒരാളെ സമീപിക്കണമെങ്കിൽ നിങ്ങളുടെ ലീഡർമാരെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും. അവർ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന് മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതിനൊപ്പം നിങ്ങളും ഇതിൻ്റെ ബിസിനസ് രീതിയും പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു ഗ്രാഹ്യം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നന്നായി വർക്ക് ചെയ്യുക. വെസ്റ്റേജ് ബിസിനസ്സിനോട് കൂടെ നിൽക്കുക. ഈ കാണുന്ന 3 സാരഥികൾ, 3 ഡയറക്ടർമാരോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അവർ ഇന്ന് ധാരാളം പേരെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചതുപോലെ നമ്മളെയും നിങ്ങളെയും ഈ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാൻ അവർ തയ്യാറാണ്. അതിനുള്ള നല്ല പ്ലാനാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ ആ പ്ലാനാണ് കേട്ടത്. അതിൻ്റെ ശരിക്കും പഠിച്ചിട്ട് ഇന്ന് തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങൾ അതിനൊരു തീരുമാനമെടുക്കുക. ഇന്ന് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളൊക്കെ വെസ്റ്റേജ് ബിസിനസ്സിലൂടെ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു വെൽത്ത്.
ജയ് വെസ്റ്റീജ്.